വീണ്ടും വരുന്നവനായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുമേ ദൈവത്തിനെ കരം നീട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എൻ്റെ മെസ്സേജ് കേൾക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായി കാണുന്ന പ്രിയപ്പെട്ടവർ എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എബി കല്ലിരി എന്ന പേജ് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്താട്ട്, യൂട്യൂബിലാണെങ്കിൽ ബ്രദർ എബി കല്ലിരി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ട് ഞാനിടുന്ന പുതിയ പുതിയ മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കുവാനിടയായി തീരും. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സന്ധ്യാസമയത്തൊരു ചെറിയ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 41-42 വാക്യങ്ങളാണ്. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശീഹായെ എന്ന് വച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാവും, അത് പത്രോസ് എന്നാകുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാർ 2 പേരും അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. ഹല്ലേലൂയ. ആ 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, പിറ്റേന്നാൾ അതുവഴി ഹല്ലേലൂയ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഈ യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. അപ്പോൾ യോഹന്നാൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ യേശുവിന് മുമ്പ് വഴിയൊരുക്കാൻ വേണ്ടി വന്ന ആളാണ് യോഹന്നാൻ. ആ യോഹന്നാൻ ഇതാ തൻ്റെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. ഈ ദിവസങ്ങളിൽ എൻ്റെയും നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ദൗത്യമുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. യേശുവിനെ അറിയാത്തവരുടെ മുമ്പിൽ യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തമാണ്. ദിവസങ്ങൾ ആരും അത് മറക്കരുത്. എന്നൊക്കെയാണെങ്കിൽ നമുക്ക് ശിഷ്യന്മാരുണ്ടെങ്കിൽ വേറെ ആളുകളോടൊപ്പാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. എന്നാൽ യേശു കർത്താവ് നോക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. അപ്പോൾ ആ കേട്ട 2 പേര് ഈ യോഹന്നാനെ വിട്ട് കർത്താവിൻ്റെ കൂടെ പോവുകയാണ്, കർത്താവിനെ അനുഗമിക്കുകയാണ്. അപ്പോൾ കർത്താവിനെ പറ്റി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ദിവസം ആരെങ്കിലും യേശുവിനെ പറ്റി കേൾക്കുന്നെങ്കിൽ, യേശുവിൻ്റെ സൗഖ്യവും യേശുവിൽക്കുള്ള വിടുതലും ഒക്കെ നീ കേൾക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ കർത്താവിനെ അനുഗമിക്കണം. സ്തോത്രം. ആ അനുഗമിച്ച 2 പേരിൽ ഒരാളിനെ പറ്റി പറഞ്ഞു, ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ ശീമോൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. ആ അന്ത്രയോസ് യേശുവിനെ അനുഗമിക്കുക മാത്രമല്ല, തൻ്റെ സഹോദരനായ ശീമോൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, മശീഹായെ എന്നാൽ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, യേശുവിനെ കണ്ടെത്തിയ നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളും മറ്റുള്ളവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരണം. ഇതാ ഈ അന്ത്രയോസ് ചെയ്ത കാര്യം, ഹല്ലേലൂയ, തൻ്റെ സഹോദരനായ ആ ശീമോനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. ഇന്ന് പ്രധാനപ്പെട്ടൊരു കാര്യം, മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ആരും കേട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ നിൻ്റെ വീട്ടിലുള്ള ആരെയെങ്കിലും, വീട്ടിലെല്ലാവരെയും നീ ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ നീ പരിശ്രമിക്കണം. ഇതുവരെ നോക്കിയിട്ട് ആരും വന്നില്ലെങ്കിൽ നീ അതിനുവേണ്ടി പ്രവർത്തിച്ചാട്ട് അവർ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുവാനിടയായിത്തീരും. അങ്ങനെ ഇതാ ആ അന്ത്രയോസ് ശീമോനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അപ്പോൾ യേശു കർത്താവ് അവനോട് പറയുന്നൊരു കാര്യമാണ് ആ വായിച്ചു കേട്ടത്. നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ
എന്ന പേരാകും, അത് പത്രോസ് എന്നാകുന്നു. അപ്പോൾ ഒരു ദൈവപുരുഷൻ്റെ ഒരു അഭിഷിക്തന് മുമ്പിൽ വരുമ്പോൾ അവൻ്റെ ഒരു പ്രത്യേകതയാണ് മുമ്പിൽ വരുന്നവരെ നോക്കി ഒരു ദൂതർ പറയുക, അല്ലെങ്കിൽ അവർ അവസ്ഥ പറയുക. പ്രൈസലോ. നമുക്കറിയാം, ഫിലിപ്പോസ് നഥനയേലിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഹല്ലേലൂയ, നഥനയേലിനെ നോക്കി പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേൽ, ഇവന് കപടമില്ല. അപ്പോൾ ഇപ്പോൾ ഈ നഥനയേൽ ചോദിക്കുന്നുണ്ട്, നീ എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു തരാം, നീ ഫിലിപ്പോസ് നിന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ട ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേൽ രാജാവെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അവന് വിശ്വസിക്കാനിടയായി തീർന്നു ഈ നഥനയേലിന്. പിന്നെ നഥനയേലിനോട് പറയുന്നത്, നീ ഇതിൽ വലുതും നീ കാണാൻ പോവാ. സ്തോത്രം. അപ്പോൾ ആ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ശീമോനെ നോക്കി കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും, അല്ലെങ്കിൽ പത്രോസ് എന്ന പേരാകും. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറക്കഷ്ണം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അവനിതാ മീൻ പിടിക്കുന്നവനായിരുന്നു, സംശയിക്കുന്നവനായിരുന്നു, പലപ്പോഴും തള്ളിപ്പറയുന്നവനായിരുന്നു. കാറ്റും കോളും ഒക്കെ കാണുമ്പോൾ ഭയപ്പെടുന്നവനായിരുന്നു. അവനെ നോക്കി കർത്താവ് പറഞ്ഞു, നീ കേഫ ആവും, അല്ലെങ്കിൽ നീ പത്രോസ് ആയിത്തീരും. നിനക്ക് മുമ്പിൽ ഒരു ശുശ്രൂഷയുണ്ട്. നീ കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് വലിയൊരു ഉന്നത സ്ഥാനത്തെത്തും. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ നീ ആയിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ അവനെ നോക്കി പറഞ്ഞു, നീ ശീമോനാകുന്നു, യോഹന്നാൻ്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും. നമുക്കറിയാം, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സഭ സ്ഥാപിക്കപ്പെട്ടു. കർത്താവ് മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പരിശുദ്ധാത്മാവ് കടന്നു വന്നു, സഭ സ്ഥാപിക്കപ്പെട്ടു. ആ അപ്പോസ്തലന്മാരുടെ ക്രമത്തിൽ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായി പത്രോസ് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, യേശുവിൽ നിന്ന് നിന്നെ നോക്കി, നിൻ്റെ ജീവിതത്തെ നോക്കി, നിൻ്റെ കുടുംബത്തെ നോക്കി, നിൻ്റെ ശുശ്രൂഷയെ നോക്കി ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ മറക്കരുത്. നീ കാത്തിരിക്കണം, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. നീ ഒരു കേഫാവാം, അല്ലെങ്കിൽ ഒരു പത്രോസാവുന്നൊരു വാഗ്ദത്തം നിൻ്റെ മേലുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിൻ്റെ മുമ്പിൽ വിടുതൽ നടക്കും, ചില വഴി തുറക്കപ്പെടും, നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഒരുങ്ങിയാട്ടെ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിന്നെ കരമെടുത്ത് ഉപയോഗിക്കും, ശക്തമായി ഉപയോഗിക്കും. ശൗലിനെ പൗലോസാക്കിയ ദൈവം, അബ്രഹാമിനെ അബ്രഹാമാക്കിയ ദൈവം, യാക്കോബിനെ ഇസ്രായേലാക്കിയ ദൈവം നിൻ്റെ സ്ഥിതിയെ മാറ്റും, നിൻ്റെ ശുശ്രൂഷ മേഖല മാറ്റും, നിൻ്റെ അഭിഷേകത്താലും കൃപയാലും കൃപാവരങ്ങളാൽ നിറയ്ക്കും. ശക്തമായ ദിവസങ്ങളിൽ പ്രയോജനപ്പെടുത്തുവാനിടയായിത്തീരും. ഈ ദിവസങ്ങളിൽ അതിനായി ദിവസങ്ങൾ ഒരുങ്ങാം, അതിനുവേണ്ടി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.